സുഹൃത്തുക്കളെ, ട്രംപ് തന്റെ ഇനാഗ്രേഷന് മോദിയെ വിളിച്ചില്ലെങ്കിൽ എന്താ? ലേസർ കണ്ണുകളുള്ള വിദേശകാര്യമന്ത്രി ജയശങ്കർക്ക് ആദ്യ റോയിൽ തന്നെ ഇരിക്കാൻ സീറ്റ് കൊടുത്തു. ഇതിൽ പരം എന്താണ് വേണ്ടത്, അല്ലേ? മോദി തീവ്രവാദിയായി മുദ്രകുത്തിയിരിക്കുന്ന പന്ന്യൂണിനെ വരെ തന്റെ ഇനാഗ്രേഷനിൽ ട്രംപ് ക്ഷണിച്ചപ്പോൾ മോദിയുടെ 2 രൂപ കൂലികൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്ന കാര്യമാണ് ജയശങ്കർക്ക് ഫസ്റ്റ് റോയിൽ ഇരിക്കാൻ സീറ്റ് നൽകിയത്. പക്ഷേ അതിലും ചില വിരോധാഭാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഒരു മന്ദഭക്തൻ ഈ ഫോട്ടോയിൽ ജയശങ്കർ നിൽക്കുന്നതും മറ്റു ചിലർ നിൽക്കുന്നതും സർക്കിൾ ചെയ്ത് പറയുന്നത് കണ്ടോ? മോദിയെ എത്ര ബഹുമാനത്തോടെയാണ് ട്രംപ് കാണുന്നത് എന്നതിന്റെ തെളിവാണ് ഫസ്റ്റ് റോയിൽ തന്നെ ജയശങ്കർക്ക് സീറ്റ് നൽകിയത് എന്ന്. സെക്കൻഡ് റോയിൽ ഇരിക്കുന്നതായി സർക്കിൾ ചെയ്തിരിക്കുന്നത് അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലായിയാണ്. എന്നാൽ ഈ ഫസ്റ്റ് റോയിൽ തന്നെ ഏറ്റവും വലതുവശത്ത് കാണുന്ന കുട്ടി വളരെയേറെ പ്രധാനപ്പെട്ട വ്യക്തി ആയിരിക്കുമല്ലോ. തീർച്ചയായും 12 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ആ കുട്ടിയെ ഫസ്റ്റ് റോയിൽ ഇരുത്തണമെങ്കിൽ പ്രത്യേകിച്ചും, അല്ലേ? ഇതിനെ ട്രോളി നെർഹു എന്ന ട്വിറ്റർ യൂസർ പറഞ്ഞിരിക്കുന്നത് വളരെ രസകരമാണ്. ഈ ഭക്തൻ സർക്കിളുകൾ വരച്ച് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ജയശങ്കറെ വളരെ പ്രാധാന്യത്തോടെ പരിഗണിച്ചു എന്ന്. ആ ഫസ്റ്റ് റോയിൽ തന്നെ ഒരു കൊച്ചുകുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ആ കുട്ടി അതിനു പുറകിൽ ഇരിക്കുന്ന എല്ലാവരെക്കാളും വളരെ ശക്തനായിരിക്കുമല്ലോ. ഇനി വരാൻ പോകുന്നത് ജയശങ്കർക്ക് വലിയ കസേര കൊടുത്തു. അദ്ദേഹത്തിന് ഇന്ത്യൻ ഭക്ഷണമാണ് നൽകിയത്. ജയശങ്കറിന്റെ ലേസർ കണ്ണുകൊണ്ട് കേടുപാടുണ്ടാകാതിരിക്കാൻ അദ്ദേഹം താമസിച്ചിരുന്ന റൂമിന് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കോട്ടിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഇവിടെ മറ്റൊരു മന്ദഭക്തൻ പറഞ്ഞിരിക്കുന്നത് മോദിയെ ക്ഷണിച്ചിരുന്നെങ്കിൽ ജയശങ്കർ ഇരിക്കുന്ന അതേ സ്ഥാനത്ത് ഫസ്റ്റ് റോയിൽ തന്നെ മോദി ഇരുന്നേനെ എന്ന്. പക്ഷേ അതിൽ പ്രധാന കാര്യം ക്ഷണിച്ചിരുന്നെങ്കിൽ. പക്ഷേ ക്ഷണിച്ചില്ലല്ലോ ഭക്ത. ഇവിടെ PTIയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കർ പ്രധാനമന്ത്രിയിൽ നിന്നും ട്രംപിനുള്ള ഒരു കത്തുമായാണ് പോയതെന്ന് PTIയോട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു. എന്തായിരിക്കുമോ മോദി ട്രംപിനുള്ള ഈ പ്രേമലേഖനത്തിൽ എഴുതിയിട്ടുണ്ടാവുക? ഡിയർ ഡോളൻ, താങ്കളെ എല്ലാം മറന്ന് സ്നേഹിച്ച എന്നെ ഇങ്ങനെ വഞ്ചിക്കാൻ താങ്കൾക്ക് എങ്ങനെ മനസ്സ് വന്നു? താങ്കളിൽ നിന്ന് ഇത്തരം ഒരു വഞ്ചന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നായിരിക്കുമോ? എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും മോദിയെ ക്ഷണിച്ചില്ല എന്നുള്ള വസ്തുത മാറ്റാൻ കഴിയില്ല മന്ദഭക്തരെ. ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, ഒന്ന് ഫോണിൽ പോലും സംസാരിക്കുവാൻ മെനക്കെട്ടില്ല. ഏതായാലും ഈ അപമാനത്തിനിടയ്ക്കും മോദി ട്രംപിനെ അനുമോദിച്ച് ട്വിറ്ററിൽ കുറിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. മോദി കുറിച്ചത് ഇങ്ങനെയാണ്: എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡൊണാൾഡ് ട്രംപിന് 47ാമത് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നതിൽ അഭിനന്ദനങ്ങൾ. 2 രാജ്യങ്ങൾക്കും നേട്ടം ഉണ്ടാവുന്നതിനും ലോകത്തിന് ഒരു മികച്ച ഭാവി വാർത്തെടുക്കുന്നതിനും വീണ്ടും ഒരുമയോടെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് കാത്തിരിക്കുകയാണ്. വിജയകരമായ ഒരു പ്രസിഡൻസി ആശംസിക്കുന്നു. ഈ ഇനാഗ്രേഷന് പങ്കെടുത്തെങ്കിലും ജയശങ്കർക്ക് ട്രംപുമായി ഒന്ന് കൂടിക്കാഴ്ച പോലും നടത്താൻ ഇതിന്റെ ഇടയ്ക്ക് സാധിച്ചില്ല. കാരണം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ഒരു ചിത്രങ്ങൾ പോലും അദ്ദേഹം പങ്കുവച്ചിട്ടില്ല. എന്നാൽ അതിന് വലിയ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം ട്രംപിനെ സംബന്ധിച്ച് വളരെയേറെ തിരക്കുകളുള്ള ഒരു ദിവസമായിരുന്നു ഇനാഗ്രേഷൻ ഡേ. അതിനാൽ തന്നെ ഒരുപക്ഷെ സ്റ്റേജിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളും വരുന്ന അഡ്മിനിസ്ട്രേഷനിലേക്ക് പരിഗണിക്കപ്പെടുന്ന ആളുകളും ഒഴികെ ആരുമായും ഈ ഇനാഗ്രേഷൻ ഡേയിൽ സംസാരിച്ചിട്ടുണ്ടാവില്ല. ജയശങ്കർ പങ്കുവച്ച ചില ചിത്രങ്ങളാണ് ഇത്. ഇവിടെ ഈ ചിത്രത്തിൽ ആദ്യത്തെ റോയിൽ തന്നെ നിൽക്കുന്നതായി തോന്നും. എന്നാൽ ഈ ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളൂ. അവിടെ ജയശങ്കർ ഇരിക്കുന്ന റോയുടെ മുൻപിൽ ആയി മറ്റൊരു റോ കൂടി കാണാം. ആ റോയിലാണ് ആ കൊച്ചുകുട്ടി ഇരിക്കുന്നത്. ആ കുട്ടി ആരാണ് എന്ന് വ്യക്തമല്ല. ട്രംപിന്റെ മകനല്ല. അപ്പോൾ ഫസ്റ്റ് റോയിലല്ല ജയശങ്കർ ഇരുന്നത് എന്ന് അദ്ദേഹം തന്നെ പങ്കുവച്ച ഈ ചിത്രം വ്യക്തമാക്കുന്നു. ഇത് അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലേയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രമാണ്. ഇവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള പ്രധാന ആളുകളുമായി കാണുന്നതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നു. ഇവിടെ മറ്റു രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുന്നു. ഇവിടെ ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് വളരെയേറെ ആളുകളാണ് പറഞ്ഞത് മുൻപിൽ നിൽക്കുന്ന ജയശങ്കറോട് ഒരു സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന്. അങ്ങനെയാണെന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊള്ളൂ. പുറകിൽ വലതുവശത്ത് നിൽക്കുന്ന സ്ത്രീ മുൻപിലേക്ക് വന്ന് ജയശങ്കറോട് കൈകൊണ്ട് അവിടെ ഇറങ്ങിപ്പോകാൻ എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിക്കുന്നതായി ഉള്ള വീഡിയോ. ഇവിടെ ഒരു ഫയലും പിടിച്ച് അവർ മുൻപിൽ ജയശങ്കർ നിൽക്കുന്ന ഇടത്തേക്ക് പോവുകയാണ്. അതിനുശേഷം കൈകൊണ്ട് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ പിന്നിലേക്ക് പോകാൻ എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിക്കുന്നു. എന്നാൽ ജയശങ്കർ പോകാൻ കൂട്ടാക്കിയില്ല എന്നുമാണ് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ BJPയുടെ നെറിയും മുറയുമില്ലാത്ത ബോധമില്ലാത്ത കോലികളുടെ കൂട്ട് ഇതാണ് സത്യം എന്ന് പറയാം. പക്ഷേ ഇതിന്റെ സത്യം ഇവിടെ ജയശങ്കറോടല്ല അവർ ഇത് പറയുന്നത്, മറിച്ച് മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തിയോടാണ്. മറ്റുള്ളവർക്ക് കാണുന്നതിന്
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവിടെ ക്യാമറ ഉയർത്തിപ്പിടിക്കാതെ പിന്നിലേക്ക് പോകണം എന്ന് പറയുന്നത്. കണ്ടല്ലോ അല്ലേ, ഒരാൾ ക്യാമറ ഉയർത്തിപ്പിടിക്കുന്നു, അത് മറ്റുള്ളവർക്ക് കാണാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു, അതിനാൽ പിന്നിലേക്ക് പോകണം എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അത് സർക്കിൾ ചെയ്തിട്ടുമുണ്ട്. ഇത് കണ്ടെങ്കിലും മന്ദഭക്തരെ, നിങ്ങളുടെ സ്വഭാവമോ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കലോ അല്ല എന്നെ പോലെയുള്ളവരുടെ രീതി എന്ന് മനസ്സിലാക്കിയെങ്കിലും അല്പം ബോധമുണ്ടാക്കാൻ നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ നന്നായിരുന്നു. മോദിയുടെ ഭരണത്തെ വിമർശിക്കുന്നത് അത് നാടിനെയും നാട്ടുകാരെയും നശിപ്പിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെയും ബൗദ്ധികമായി വളരാനുള്ള അവകാശത്തെയും ഹനിക്കുന്നതിനാലാണ്. ഇവിടെ ജയശങ്കർ ഒന്നാം നിരയിൽ ഇരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അലക്കി വെളുപ്പിക്കാൻ ശ്രമിച്ചാലും മോദിയെ അവഗണിച്ചു എന്നുള്ള സത്യം സത്യമല്ലാതാവില്ല. വെളുക്കാൻ തേച്ചത് പാണ്ട് ആവുകയേ ഉള്ളൂ.